നമ്മൾ ചിലപ്പോൾ ചില കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചു കൂട്ടി ആവലാതിപ്പെടും. നമ്മുടെ ഈ വറി നേച്ചറിനെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് നമുക്ക് ചിലതൊക്കെ ചെയ്യാൻ സാധിക്കും. അതിലൊന്നാമതായി ലേബൽ ഇറ്റ് എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ ഒരു പെർട്ടിക്കുലർ കാര്യം ഓർത്ത് വറി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴുള്ള എൻ്റെ ഇമോഷൻ ആങ്സൈറ്റിയാണ്. ഈ ചിന്ത തീർച്ചയായിട്ടും നമ്മുടെ റാഷണൽ ബ്രെയിനെ ആക്ടിവേറ്റ് ചെയ്യും. രണ്ടാമതായി മൈൻഡ്ഫുൾ ആയിരിക്കാൻ, അതായത് പ്രസൻറ്റ് മൊമെൻറ്റിലായിരിക്കാൻ ശ്രമിക്കാം. അതിന് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ഉദാഹരണത്തിന് നമ്മൾ ഇരിക്കുന്ന മുറി, അവിടെയുള്ള സാധനങ്ങളെല്ലാം കോൺഷ്യസ് ആയിട്ട് നമുക്ക് ഒബ്സർവ് ചെയ്യാം. പിന്നെ നമ്മുടെ ബോഡി പോസ്ചർ ചേഞ്ച് ചെയ്യാം. അങ്ങനെ നിരവധി. മൂന്നാമതായി നമ്മുടെ ചിന്തകളെ റാഷണലി ചാലഞ്ച് ചെയ്യാം എന്നുള്ളതാണ്. ആ ഒരു പെർട്ടിക്കുലർ തോട്ട് നടക്കാനായിട്ടുള്ള എത്ര ശതമാനം സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അത് വെറും ഒരു ഇമാജിൻഡ് ഡേഞ്ചറാണോ, അല്ലെങ്കിൽ അത് നടന്നാൽ അതിൻ്റെ കോൺസിക്വൻസസ് അത്ര വലുതായിരിക്കുമോ എന്നിങ്ങനെയുള്ള ചാലഞ്ചസ് നമുക്ക് കൊടുക്കാം. നാലാമതായി ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കാം. ഉദാഹരണത്തിന് പരീക്ഷയ്ക്ക് തോക്കും എന്നുള്ളതാണ് നമ്മുടെ ആങ്സൈറ്റി എങ്കിൽ, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ടൈമിൽ എൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് എനിക്ക് എത്ര പഠിക്കാൻ പറ്റും അതേ ചെയ്യാൻ സാധിക്കുള്ളൂ. അത് ടൈം ലിമിറ്റിൽ എങ്ങനെ ചെയ്യാൻ സാധിക്കും എന്നൊരു ആക്ഷൻ പ്ലാൻ നമുക്ക് തയ്യാറാക്കാം. അഞ്ചാമതായി നമ്മളെ മനസ്സിലാക്കുന്ന ഒരു നല്ല സുഹൃത്തിനോട് നമ്മുടെ ആങ്സൈറ്റിയെക്കുറിച്ച് നമുക്ക് ഷെയർ ചെയ്യാം. അതുകൂടാതെ ബ്രീതിങ് എക്സസൈസസ്, റിലാക്സേഷൻ ടെക്നിക്സ്, ഇതെല്ലാം നമ്മുടെ ഡെയിലി ലൈഫിൽ കൊണ്ടുവരാൻ സാധിച്ചാൽ നമ്മുടെ ഇമോഷൻസിനെ മാനേജ് ചെയ്യാൻ സഹായിക്കുമെന്നുള്ളത് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത്. താങ്ക് യു.